പിന്നെ ഉള്ളത് ടു ദ കുക്കു അതായത് വില്യം വേർഡ് സ്മിത്ത് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ പ്രൊഫൈൽ വായിച്ചു നോക്കണം. ഇത് ഒഡേ സോങ് ആണ്. ഒഡേ സോങ് എന്ന് പറയുമ്പോൾ ഓടുന്നാണ് ഒടേന്ന് അറിയില്ല. ലോങ് ലിറിക്കൽ പോയം സീരിയസ് ഇൻ സബ്ജക്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ്, എലാബറേറ്റിംഗ് ഇൻ സ്റ്റൈൽ ആൻഡ് എലാബറേറ്റിംഗ് സ്റ്റാൻസ് ആൻഡ് സ്ക്രെച്ച്. അത് കാണാണ്ട് പഠിക്കാം. പിന്നെ ഇത് ഇപ്പോൾ ഇതിലെന്ന് വെച്ചാൽ പോയറ്റിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം റീകോൾ ചെയ്യും. പണ്ടത്തെ ഓർമ്മകളും ഇന്നസെന്റ് ചൈൽഡ്ഹുഡും ബ്യൂട്ടിയും അതെല്ലാം ഇതാണ് പോയിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഓയമ്പളിത്തൻ ഞാൻ നിന്റെ സന്തോഷം, നിന്റെ റീജോയ്സ്, നിന്റെ ശബ്ദം കുക്കു, ഞാൻ നിന്നെ ബേർഡ് എന്നാണ് വിളിക്കേണ്ടത് വാണ്ടറിങ് വോയിസ് എന്നാണോ? കാരണം ഇതുവരെ കുക്കുവിന്റെ ശബ്ദം അല്ലാണ്ട് കുക്കുവിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിലെ ആരാന്ന് ഓബ്ലിത്തേക്ക് ന്യൂ കമർ, ഇതിലെ ആരാന്ന് ന്യൂ കമർ എന്നാണ് ചോദിക്കും. അത് കുക്കുവാണ്. പിന്നെ എന്താണ് ഒരിക്കൽ പോയിട്ട് ലെയിങ് ഓൺ ദ ഗ്രാസിൽ കിടക്കുന്ന സമയത്ത് ഇതിന്റെ ടൂ ഫോൾഡ് ശബ്ദം, അത് ചോദിക്കും. ടൂ ഫോൾഡ് എക്കോ പോലത്തെ ശബ്ദം ഓരോരോ ഹിൽ ടു ഹിൽ, അതായത് ഓരോ മലേന്റെ അടുത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ചിലത് അടുത്തുനിന്നും ചില ദൂരെന്നും ഇങ്ങനെ മനസ്സിലാക്കി. ദൂരെ നിന്ന് ഒരു എക്കോ പോലത്തെ കുക്കുവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തേല് പിന്നെ ഇത് വിഷണറി അവർ എന്ന ഭാഗത്ത് ആദ്യത്തെ രണ്ടിലേന് നേച്ചറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് വിഷണറി അവേഴ്സ്, അതായത് വിഷണറി അവേഴ്സ് എന്ന് വെച്ചാൽ പണ്ടത്തെ ചൈൽഡ്ഹുഡ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ആണ് കുക്കു ഉണ്ടാവുക അധികം. അപ്പോൾ കുക്കുവിന് 3 ത്രൈസ് വെൽക്കം, അതായത് കുക്കുവിന്റെ അത്രയ്ക്ക് ഒരു അൺകണ്ടീഷണൽ വെച്ച് ഇതാണ് കാണിക്കുന്നത്. കുക്കുവിനെ ത്രൈസ് 3 വട്ടം വെൽക്കം ചെയ്യുന്നത്. നിന്റെ ഇൻവിസിബിൾ തിങ്, നീ ഒരു ബേർഡ് അല്ല, ഒരു ഇൻവിസിബിൾ തിങ് ആണ്, ഒരു വോയിസ് ആണ്, ഒരു മിസ്റ്ററി ആണ്. ഒരു വോയിസ് എന്ന് വെച്ചാൽ ഒരു ശബ്ദമാണ്. നീ ഒരു മിസ്റ്ററി, ഒരു അത്ഭുതം പോലത്തെ ഒരു സംഭവമാണ്. അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെറും നിന്നെ കേൾക്കും. നിന്റെ ശബ്ദം കേട്ടിട്ട് 1000 സ്ഥലത്ത് ഞാൻ നോക്കും. 1000 വേസ്, ബുഷസിൽ, ട്രീസിൽ, സ്കൈസിൽ, വുഡ് ഓഫ് ദ ഗ്രീൻ ആടാ. പക്ഷെ ഒന്നും നിന്നെ കാണില്ല. നീ ഒരു ഹോപ്പാണ്, ഒരു ലവാണ്. അതായത് എനിക്കൊരു ഹോപ്പാണ്, ലവാണ്. പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും സ്റ്റിൽ ലോങ്ങഡ് ഫോർ നെവർ സീൻ, ഞാൻ നിന്നെ ഒരിക്കലും പക്ഷെ എന്നെ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ പിന്നെ ചോദിക്കുന്നു, എനിക്ക് ഇനിയും കാണാൻ കഴിയുമോ? നിനക്ക് എന്താണ്, എനിക്കല്ല നിന്റെയും ഈ പാട്ട് എനിക്ക് ലിസൺ ചെയ്യാൻ കഴിയുമോ? അതായത് ഗോൾഡൻ ടൈം എഗെയിൻ, എൻ്റെ പണ്ടത്തെ ഗോൾഡൻ ടൈം വെച്ച് ചൈൽഡ്ഹുഡ് ഉദ്ദേശിക്കുന്നത്. ആ ചൈൽഡ്ഹുഡ് ടൈം ഇനി എനിക്ക് വരുമോ ചോദിക്കും. പിന്നെ ബ്ലിസഡ്, അതായത് എനിക്ക് ഈ വേർഡ് ഭയങ്കര ഫിറ്റാണ്. ഇത് അധികം ചോദിക്കും. അൺസബ്സ്റ്റൻഷ്യൽ പറയുന്നത് അൺറിയൽ എന്നാണ്. അതായത് എനിക്ക് ഈ വേർഡ് ഭയങ്കര ഫിറ്റാണ്. ഈ ഫിറ്റ് കാരണം ഈ അൺറിയൽ വേർഡ് നിന്നെ ഭയങ്കര ഫിറ്റാണ്. ഈ പോയത്തിന് അങ്ങനെ പോയറ്റ് ഡിവൈസ് ഒന്നും കാണുന്നില്ല. ആ നോട്ട് വായിച്ചപ്പോൾ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇമാജിനിൽ മാത്രമേ ഇല്ലെന്ന് തോന്നുന്നു. കുറേ വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ സ്റ്റാൻസ് എ ബി ആണ്. കുറേ റൈമിങ് സ്കീമെല്ലാം ഉണ്ട് കേട്ടോ. ഇമോഷനായ പോയമാണ്. ഒഡേൻ്റെ ഇത് മനസ്സിലാക്കാം. ആ ഒഡേൻ്റെ കുറച്ചും കൂടി മനസ്സിലാക്കുക. ഫോക്കസ് ചെയ്താലും നല്ലോണം വായിച്ചോ. സമയമില്ല.